ശ്രീ രാജേന്ദ്രൻ പന്തളം ഒരു നിയമ സംവിധാനത്തെ അലോസരപ്പെടുത്തുകയാണ്. നിയമനിർമ്മാണ സഭകൾ പാസ്സാക്കുന്നതിനെ ഒപ്പിടൽ അധികാരമുള്ള അല്ലെങ്കിൽ എന്താണോ സർക്കാർ പറയുന്നത്, ജനങ്ങളുടെ പ്രതിനിധികൾ പറയുന്നത്, നിയമനിർമ്മാണ സഭകൾ മുമ്പോട്ട് വെക്കുന്നത്, അതിൻ്റെ സ്പിരിറ്റ് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്നതാണ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ. ഒന്നുമല്ല. ഇവിടെ ഗവർണർമാർ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നൊരു ഘട്ടത്തിലാണ് രാജ്യത്താകമാനം അങ്ങനെ ഒരു പ്രതിസന്ധി രൂപം കൊള്ളുന്നത്. അപ്പോഴാണ് സംസ്ഥാനങ്ങൾക്ക് കോടതിയിൽ പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴിതാ രാഷ്ട്രപതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു. അതിന്മേലൊരു വിധി എത്തുമ്പോൾ രാഷ്ട്രപതി അത് റഫറൻസിന് അയക്കുന്നു. അത് നിയമപരമാണോ എന്ന വിഷയമാണ് ഇന്ന് കോടതിയിൽ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ വാദം? ആണ് തീരുമാനിക്കേണ്ടത് അത്. കാരണം ഭരണഘടനയുടെ ഏറ്റവും ഉയർന്ന സ്ഥാപനങ്ങളാണ്. എക്സിക്യൂട്ടീവിന്റെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് രാഷ്ട്രപതിയുടെ. അതുപോലെ തന്നെ കോടതികളുടെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണല്ലോ എപെക്സ് കോർട്ടായിട്ട് സുപ്രീം കോടതിയുടെ. അനുസരിക്കേണ്ടി വരും. അത് തന്നെയാണ് ഭരണഘടനയുടെ അന്തിമമായ വ്യാഖ്യാനം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് റഫറൻസ് അവിടെ കൊടുത്തത്. കാരണം ഒരു സംസ്ഥാന ഗവർണർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന ബിൽ അതേപടി ഒപ്പിട്ടു എന്ന് വരുമ്പോൾ ആ സ്ഥാപനങ്ങൾ, ഭരണഘടനാ സ്ഥാപനങ്ങൾ, എല്ലാം മാനിക്കുന്ന സ്ഥാപനങ്ങൾ വെറും റബ്ബർ മുദ്രകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആവശ്യമുണ്ട്. ഭരണഘടനാ പ്രകാരം ചെയ്യേണ്ടതാണ് സത്യമായിട്ടും, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഭരണഘടന തന്നെ ഇവർക്ക് ഇത്ര ദിവസത്തിനകം എന്നൊരു ശാസന നൽകിയിട്ടില്ലാത്തതിനാൽ അതുകൊണ്ട് അത് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാൻ പറ്റൂ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് സമയപരിധി വേണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വെർഡിക്റ്റ് ഉണ്ട്. ആ വെർഡിക്റ്റിനെ മറികടക്കാനാണ് ഈ റഫറൻസ് കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങളുമായി പ്രസിഡന്റ് എത്തുന്നത്, രാഷ്ട്രപതി എത്തുന്നത് എന്നതാണ് ഇന്ന് കെ വേണുഗോപാൽ വാദിച്ചത്. ഇതിന് നിയമപരമായി അത്തരമൊരു റഫറൻസിനെ തന്നെ അധികാരം രാഷ്ട്രപതിക്ക് ഇല്ലെന്നാണ് തമിഴ്നാട് പറഞ്ഞത്. മനു അഭിഷേക് സിംഗ് ഭരണഘടനാ ബെഞ്ചാണ് തീരുമാനിക്കേണ്ടത്. അതിന് ശരിയായ വ്യാഖ്യാനം നൽകേണ്ടത്. തീർച്ചയായിട്ടും അത് റഫർ ചെയ്തുകൊണ്ട് തെറ്റില്ല. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. സമയപരിധി വേണ്ടേ? ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞതുപോലെ ഒരു റബ്ബർ സ്റ്റാമ്പ് ആണെങ്കിൽ ജനാധിപത്യം അർഹിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പ് രീതി അതിനുണ്ട്. കാരണം ജനാധിപത്യത്തെ അട്ടിമറിക്കാതിരിക്കാൻ, ജനങ്ങളെ അട്ടിമറിക്കാതിരിക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ രാജ്യസഭയും ലോകസഭയും പാസ്സാക്കുന്ന ഒരു നിയമം രാഷ്ട്രപതി ഒരു തവണ തിരിച്ചയക്കാം. 2 തവണ തിരിച്ചയക്കാതെ അത് പിടിച്ചു വച്ചിരിക്കുകയും പരിശോധനകളും പുനഃപരിശോധനകളും ആവശ്യമില്ലാതെ നീട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ താങ്കൾക്ക് ഈ വാദമായിരിക്കുമോ ഉണ്ടാവുക? അല്ല, തീർച്ചയായിട്ടും 2 സ്ഥാപനങ്ങളും അത് ഒരു സംസ്ഥാനത്തിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും തീർച്ചയായിട്ടും വളരെ ഐക്യത്തോടെ പ്രവർത്തിക്കേണ്ടതാ എന്ന് തന്നെയാണ് ഭരണഘടന പറയുന്നത്. ഇവിടെ തർക്കം ഉണ്ടാകുമ്പോൾ ഒരാൾക്കെതിരെ തിരികുകയും അങ്ങനെ സുപ്രീം കോടതിയിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത് തന്നെ ദൗർഭാഗ്യകരമാണ്. പക്ഷെ ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ടൊരു സിഗ്നൽ ഉണ്ട്. അതായത് ഭരണഘടന നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു സമയ പരിധി സുപ്രീം കോടതി സ്വീകരിച്ചത് ശരിയായ രീതിയിലുള്ള ഒരു ഭരണഘടനാപരമായ സ്റ്റെപ്പാണോ എന്നുള്ളതാണ് ഇവിടെ. അത് വളരെ കോടതി തീരുമാനിക്കും. പക്ഷേ അതിന്മേൽ കോടതിക്ക് പുറത്തുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായ പരിപ്രേക്ഷ്യം നൽകുന്ന ഒരു വിശദീകരണമാണ് നമ്മൾ ചർച്ചകൾ ഉദ്ദേശിക്കുന്നത്. ശ്രീ രാജേന്ദ്രൻ പന്തളത്തിനും അതറിയാം.